കൃപാസനം പത്രം ജനുവരി 2026 പാർട്ട് 6. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള ലിഞ്ചു കുരുവിളയുടെ സാക്ഷ്യം. മഴ പെയ്താൽ പോലും വെള്ളമില്ലാത്ത കിണറിൽ മരിയൻ കാശുരൂപമിട്ടപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള 3 റിങ് വാട്ടർ കിട്ടിയ അത്ഭുത സാക്ഷ്യം. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ 9 വർഷമായി വേസ്റ്റ് മൂടിക്കിടന്ന ഒരു കിണർ ഉണ്ടായിരുന്നു. അതിൽ 23 അടിയോളം ഹൈറ്റിൽ വേസ്റ്റ് നിറഞ്ഞു കിടക്കുകയായിരുന്നു. മണ്ണിട്ട് മൂടിക്കളയാൻ മണ്ണന്വേഷിച്ചപ്പോൾ ഉടനെ മണ്ണ് ലഭിക്കുകയില്ലെന്നറിഞ്ഞു. ഞങ്ങൾ അത് വിട്ടു. ഞാൻ 2023 കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിന്റെ കാശുരൂപം ആ കിണറിലിട്ട്, ഈ കിണർ മൂടുന്നതാണ് ദൈവഹിതമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മണ്ണുകാരെ കാണിച്ചു തരണം, അതല്ല കിണറായിട്ട് കിടക്കണമെങ്കിൽ ഇതിൽ വെള്ളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. മഴ പെയ്താൽ പോലും വെള്ളം നിൽക്കാത്ത ആ കിണറിൽ പിറ്റേ ദിവസം ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളം ലഭിച്ചു. മൈസൂരിൽ നിന്നുള്ള ലൈസാമ തോമസിന്റെ സാക്ഷ്യം. കൃപാസനം ഓൺലൈൻ പ്രാർത്ഥനകളിലൂടെ ലഭിച്ച വലിയ കൃപകളുമായി മൈസൂരിൽ നിന്ന് ലൈസാമ. എനിക്ക് 25 വർഷമായി മൈഗ്രെയിന്റെ അസുഖമുണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ എനിക്ക് ബാർത്തോളിൻസ് സിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റ് വന്നു. അത് അനസ്തേഷ്യ തന്ന് ഓപ്പൺ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് അതുപയോഗിച്ച് കഴുകിയതിന്റെ ഫലമായി തനിയെ ഓപ്പൺ ആകുകയും സർജറി ഒഴിവായി കിട്ടുകയും ചെയ്തു. കൂടാതെ എന്റെ മകളുടെ തലയിൽ സോറിയാസിസ് പോലെ വന്ന് ചെതുമ്പൽ പോലെ പൊളിഞ്ഞു വരുമായിരുന്നു. മിക്ക ഭക്ഷണങ്ങളും അലർജി ആയിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ചെയ്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ഷാർജയിൽ നിന്നുള്ള ജോഫി ജോർജിന്റെ സാക്ഷ്യം. മെറിറ്റ് ഇല്ലാതിരുന്ന എന്നെ ഉടമ്പടി വഴിയായി മാതാവ് ഉയർത്തുകയായിരുന്നു. ഞാൻ 17 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഒരിക്കലും മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ മകൻ വിദേശത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ചത്. ന്യൂസിലാൻഡിൽ പോകുന്നതിന് ഒരു ഓസ്കി എക്സാം പാസ്സാകണമായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ എക്സാം പാസ്സായി. പിന്നെ ഓസ്ട്രേലിയൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചതെല്ലാം റിജക്ഷൻ ആയി പോയി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ വിസ പ്രോസസ്സിംഗ് പെട്ടെന്ന് ശരിയാവുകയും എനിക്ക് വിസ ഗ്രാൻഡ് ആവുകയും ജോലി ലഭിക്കുകയും ചെയ്തു. ചേരാനെല്ലൂരിൽ നിന്നുള്ള മേരി മനാസ വിൽസന്റെ സാക്ഷ്യം. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന അത്ഭുത ദൈവിക ഇടപെടലുകളുടെയും ഒപ്പം അസാധ്യ കാര്യങ്ങളും നടന്ന സാക്ഷ്യം. എനിക്ക് 5 വർഷമായി IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന അസുഖം ഉണ്ടായിരുന്നു. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ വയറിന് ഗ്യാസിന്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും അസുഖം മാറുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ എന്റെ അമ്മയ്ക്ക് വെയിൽ കൊണ്ടാൽ ഉടനെ മുഖത്ത് ചൊറിച്ചിൽ വരികയും എവിടെയൊക്കെ വെയിൽ കൊണ്ടോ അവിടെയെല്ലാം റാഷസ് വരികയും ചെയ്യുമായിരുന്നു. കൃപാസനത്തിൽ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത ശേഷം പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ചാലക്കുടിയിൽ നിന്നുള്ള ബിനോയിയുടെ സാക്ഷ്യം. ഉടമ്പടി ജീവിതത്തെ വ്യത്യസ്തമാക്കിയ സാക്ഷ്യങ്ങളുമായി ചാലക്കുടിയിൽ നിന്ന് ബിനോയ്. ഞാൻ ചാലക്കുടിയിൽ ഒരു ഭൂമി വാങ്ങിയിരുന്നു. വാങ്ങിയ ശേഷമാണ് ആ ഭാഗത്ത് വെള്ളമില്ല എന്നറിയുന്നത്. ആ ഭൂമി വിൽക്കാൻ നോക്കിയിട്ട് 4.5 വർഷമായിട്ടും നടക്കുന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഭൂമി വിൽക്കാനും ഇടവക പള്ളിയോട് ചേർന്ന് 12 സെന്റ് സ്ഥലം വാങ്ങാനും സാധിച്ചു. പിന്നെ ഇറ്റലിയിൽ എനിക്കും ഭാര്യയ്ക്കും ജോലി ശരിയാവുകയും കുടുംബസമേതം പോകുന്നതിനും സാധിച്ചു. വയലാറിൽ നിന്നുള്ള വിൻസിയുടെ സാക്ഷ്യം. പഞ്ചായത്തിൽ രേഖകളില്ല. വർക്ക് പെർമിറ്റ് അനുവദിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞെടുത്ത് നിന്ന് മരിയൻ ഉടമ്പടി വഴി മാതാവ് ഇടപെട്ടത് ഇങ്ങനെ. ഞങ്ങൾക്ക് പഴക്കമുള്ള ഒരു ഭവനമാണ് ഉണ്ടായിരുന്നത്. അത് പൊളിച്ച ശേഷം പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവിടെ അതിന്റെ ഒരു രേഖയുമില്ല, പെർമിറ്റ് അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പഞ്ചായത്തിൽ നിന്ന് വിളിക്കുകയും ഞങ്ങളുടെ എല്ലാ രേഖകളും പഞ്ചായത്തിൽ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യമായിരുന്നു. അവർ കളക്ടറേറ്റിലേക്ക് അതിന്റെ രേഖകളൊക്കെ അയക്കുകയും അതിനുശേഷം പെർമിറ്റ് അനുവദിക്കുകയും പലരും സാമ്പത്തികമായി സഹായിച്ച് വീട് പണി തുടങ്ങാൻ സാധിച്ചു. കൂടാതെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു. എതിരാളി വളരെ ശക്തിയായിരുന്നു.
എനിക്കൊരു മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഒരു വാക്ക് പോലും പറയാൻ സാധിക്കാത്ത ആളായിരുന്നു. ഒരുപാട് കുറവുകളുള്ള എന്നെ തിരഞ്ഞെടുപ്പിൽ പരിശുദ്ധ അമ്മ വിജയിപ്പിച്ചു. തൊടുപുഴയിൽ നിന്നുള്ള സിന്ധു ദിലീപിന്റെ സാക്ഷ്യം. ഉടമ്പടി വഴി ഞാൻ മാതാവിനോട് പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ്. ഈ ഇടപെടൽ നിങ്ങളും വിശ്വസിക്കില്ല. ഞങ്ങൾ ഒരു കട നടത്തി, അത് പൊളിഞ്ഞുപോയി. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലായി. ഒരുപാട് പേരെ ഞാൻ കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഒരു ദിവസം ഞാൻ മാതാവിനോട്, അമ്മേ, എന്നെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. മകന് വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് 4.5 ലക്ഷം വേണമായിരുന്നു. ഒരു ദിവസം ഒരു പെൺകുട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഓടി വന്ന് എന്നെ കൂടി കൃപാസനത്തിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ കുട്ടിയെയും കൊണ്ടുവന്നു. പിന്നെ ആ കുട്ടി സഹായിച്ച് മകന് വിദേശത്ത് പോകുന്നതിനും കടങ്ങൾ തീർക്കാനും സാധിച്ചു. തിരുവനന്തപുരം കിള്ളിപ്പാലത്തു നിന്നുള്ള സൈതയുടെ സാക്ഷ്യം. ഗർഭിണിയായി 7-ാം മാസം ആരും നോക്കാനില്ലാതിരുന്നപ്പോൾ മാതാവ് വീട്ടിലെത്തി. യാതൊരു ക്ലേശവുമില്ലാതെ ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ 2ാമത് പ്രഗ്നന്റ് ആയ ശേഷം എനിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാവുകയും കുട്ടിയെ വേണ്ട എന്ന ചിന്തയും വന്നു. സാമ്പത്തികമായും വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ എന്റെ ഭർത്താവ് വിദേശത്ത് പോകുന്നതിന് തടസ്സപ്പെട്ടപ്പോൾ കൃപാസനത്തിൽ വന്ന് വെഞ്ചരിച്ച ഉപ്പും മാതാവിന്റെ ഒരു ഫോട്ടോയും കൊണ്ടുവന്നു. 7-ാം മാസം ആരും എന്നെ നോക്കാനില്ലാതിരുന്നപ്പോൾ മാതാവ് വീട്ടിലെത്തി. അതിനുശേഷം എനിക്ക് അപ്രതീക്ഷിതമായ ഒരു ചിട്ടി വീഴുകയും യാതൊരു ക്ലേശവുമില്ലാതെ നോർമൽ പ്രസവം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മംഗലാപുരത്തു നിന്നുള്ള സന്ദീപിന്റെ സാക്ഷ്യം. തുടർച്ചയായ 3 അബോർഷനുകൾക്ക് ശേഷം ജോസഫ് അച്ഛന്റെ തൈലാഭിഷേക പ്രാർത്ഥനയിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യം. എന്റെ ഭാര്യ 3 പ്രാവശ്യം പ്രഗ്നന്റ് ആയെങ്കിലും 3 പ്രാവശ്യവും തുടർച്ചയായ അബോർഷനായി പോയി. മരുന്നുകളൊന്നും ഫലിച്ചില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഭാര്യ പ്രഗ്നന്റ് ആവുകയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുകയും ചെയ്തു. അതുപോലെ എന്റെ ഒരു ലോഡ് റബ്ബർ പോയിട്ട് 15 ലക്ഷം രൂപ കിട്ടാതായി. എന്റെ വീട് ജപ്തിയിലേക്ക് പോയി. ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കലേ എന്ന് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ജപ്തി ഒഴിവായി കിട്ടി. മുണ്ടക്കയത്ത് നിന്നുള്ള ലിജീന മോളുടെ സാക്ഷ്യം. ഉടമ്പടി തൈലം അറ്റകൈ വിശ്വാസ പ്രയോഗമായി ഉപയോഗിച്ചപ്പോൾ എനിക്ക് ലഭിച്ച അത്ഭുത ദൈവാനുഭവം. എന്റെ മകന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വയറ്റിൽ ക്ഷീണം വന്നു. പിന്നെ കടുത്ത വയറുവേദനയും ക്ഷീണവുമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എക്സ്റേ എടുത്തപ്പോൾ കുഞ്ഞിന്റെ വയർ മുഴുവൻ ഫ്ലൂയിഡ് ആണ്, എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയും സർജറി പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി സാക്ഷ്യം പറയാമെന്ന് നേർന്നതിന്റെ ഫലമായി മകന് സർജറി കൂടാതെ സൗഖ്യം ലഭിച്ചു.